ഹായ് ഗൈസ്, ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാവോ? എല്ലാവരും ഒരുങ്ങി നമ്മുടെ കാറിലാണ് ഇന്ന് പോകുന്നത്. എന്തെങ്കിലും ഒരു ഗസ് പറയാവോ? ഇപ്പോൾ ഈ സ്ഥലം കണ്ടിട്ടെങ്കിലും ഇതാവുന്ന നമ്മൾ കാർ പാർക്ക് ചെയ്ത് ആ സ്ഥലത്തേക്ക് പോകുന്നതാണ്. ഗസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. നമ്മൾ പോകുന്ന വഴിയാണ്. അങ്ങനെ നമ്മൾ മണ്ണാറശാലയിലേക്കാണ് നമ്മൾ ഇന്ന് പോയത്. അതെ, മണ്ണാറശാലയിലേക്കാണ് പോയത് കേട്ടോ. രാവിലെ ഒരു 7 മണിയൊക്കെ 7:30 ആയപ്പോഴാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ മണ്ണാറശാലയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് വിചാരിക്കുന്നത്, ഇത് കണ്ട ഒരു പട്ടി അതിനകത്തുനിന്ന് എണ്ണ കുടിക്കുവാണ്. ഇവിടെ പട്ടികൾക്കും എല്ലാവർക്കും മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ ഒരേ പ്രാധാന്യമാണ് കേട്ടോ ഉള്ളത്. അല്ലാതെ മനുഷ്യൻ വലുത് അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരേ പ്രാധാന്യമാണുള്ളത്. അപ്പോൾ നമ്മൾ ചെന്നിട്ട് കുളക്കടവിൽ നോക്കി, പിന്നെ അമ്പലമൊക്കെ ഒന്ന് നോക്കി കാണുവാണ് കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു നമ്മൾ സാധാരണ അമ്പലങ്ങൾ പോലല്ലല്ലോ, നിറച്ച് കാവൊക്കെ അല്ലേ. അപ്പോൾ പിള്ളേർക്കൊരു ക്യൂരിയോസിറ്റി, അവരെല്ലാം ഇങ്ങനെ നോക്കി കാണുവാണ്. കുറേ സർപ്പദൈവങ്ങളുടെയൊക്കെ ഇങ്ങനെ രൂപങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അതൊക്കെ അവർക്കൊരു പുതുമയായിരുന്നു. നിറയെ പട്ടികളും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ അവിടെ ഇവിടെ. പക്ഷെ ആരെയും ഒന്നും ചെയ്യുന്നില്ല, ഒന്ന് കുരയ്ക്കുന്ന പോലും ഇല്ല. അപ്പോൾ വിനായക ഭയങ്കര സംശയമാണ്, ഇതെന്താണ് ഇങ്ങനെ, ഇതിനകത്ത് പാമ്പുണ്ടോ, പാമ്പ് എവിടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ. നമ്മൾ 100 പാലും നടത്തിയിട്ട് അത് നാളെ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ പേരിലേക്ക് നമ്മൾ അഡ്രസ്സ് അവിടെ എഴുതി കൊടുക്കുകയാണെങ്കിൽ അവരയക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡ്രസ്സ് എഴുതാൻ പോയതാണ്. അതിനോട് അടുത്ത് തന്നെ കുളമുണ്ട്. അപ്പോൾ കുളമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ. എല്ലാം നല്ല വൃത്തിക്ക് അവർ സംരക്ഷിച്ചു പോരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് അവിടുത്തെ വലിയൊരു കാഴ്ച. ഭഗവാനെയും നാഗരാജാവിനെയും കാണാം, കൂടാതെ കുഞ്ഞുങ്ങൾക്ക് ആ മനോഹരമായ ദൃശ്യങ്ങളൊന്ന് കാണുകയും ചെയ്യാം. അവിടുത്തെ കാടും ബാക്കിയുള്ളതും ഒക്കെ. നമ്മൾ അമ്പലത്തിലേക്ക് കയറി ഓരോന്നും പിടിച്ചുമൊക്കെ നോക്കുവാണ് ഇവർക്ക് ഭയങ്കര അതിശയമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇതൊക്കെയാണോ പാമ്പ് താമസിക്കുന്ന സ്ഥലം? രണ്ടുപേരും കൂടി തന്നെ നടന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കാണാൻ തന്നെ കുറേ ഉണ്ടല്ലോ, ഭംഗിയും അവിടുത്തെ ഒരു അന്തരീക്ഷവും കാവും ഒക്കെ കൂടി ചേർന്ന്. വിനായക എപ്പോഴും സംശയമാണ്, ഏതിലാണ് പാമ്പുകൾ താമസിക്കുന്നത്, അങ്ങനെയുള്ള സംശയങ്ങളാണ് അവൾക്ക്. ഓക്കെ, ഇനി ഇതുമായിട്ട് അടുത്ത ഷോട്ടിൽ കാണാം.